ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മഷ്റൂം അഥവാ കൂൺ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായി 250 ഗ്രാം കൂൺ ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം 4ആയിട്ട് കീറിയെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഇതിന് ഒരു സവാള, ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു തക്കാളി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് കീറിയത്, ലാസ്റ്റ് ചേർക്കാനായി മല്ലിയില, വെളിച്ചെണ്ണ, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഈ കൂണൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. കൂണെല്ലാം നമ്മൾ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇത്ര ചെറുതായിട്ട്. ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായി 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടിടുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ടൊന്ന് ഒപ്പിക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൊടുത്ത് അതും ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചത്. ഉള്ളിയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട്, വഴന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളി ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് വഴറ്റി 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർക്കാം. പിന്നെ നോക്കിയ ശേഷം ബാക്കി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ചെയ്യാം. തക്കാളിയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് ആക്കിയ ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവ് കുറവ് മതി, അതുകൊണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് പൊടികളെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഈ ഓയിലൊന്ന് മൂപ്പിക്കാം. പച്ചമണം മാറിയ ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് വഴറ്റി വഴറ്റിയ ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് കൂൺ ചേർക്കാം. തിളവരട്ടെ. ഇപ്പോൾ നമുക്ക് കൂൺ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് അടപ്പൊന്ന് തുറക്കാം. കൂണൊക്കെ ചെറുതായി വെന്ത് കുറുകിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നമുക്ക് പാത്രത്തിൻ്റെ അടപ്പ് തുറക്കാം. മഷ്റൂം മസാല റെഡിയായിട്ട്, മഷ്റൂം റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. ഇത് ഇരുന്ന് കുറേ വറ്റും. ഒന്ന് ഇളക്കി കൊടുക്കാം. മഷ്റൂം റോസ്റ്റ് റെഡി. എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. താങ്ക് യു. അടപ്പം തുറക്കാം. കൂൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കൂൺ റോസ്റ്റ് റെഡി.